ശ്രീകുട്ടനെ സ്കൂളിലേക്ക് വിട്ടിട്ട് കുറച്ച് റിലാക്സേഷന് ശേഷമാണ് കേട്ടോ പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് ഈ കാട് നോക്കി ഊഞ്ഞാലാടുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇതാണ് ഇവിടുത്തെ സ്ഥിരം കാഴ്ച. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. അങ്ങനെ ആസ്വദിച്ച് ദൂരെ നോക്കിയിരുന്നപ്പോൾ ഒരു ചീരക്കട കണ്ടു കേട്ടോ. ചീരക്കട നോക്കിയപ്പോൾ ആകെ പൂവണിഞ്ഞിരിക്കണു. കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളുണ്ട്. എന്നാൽ പിന്നെ ചീര മുട്ടയിട്ട് തോരൻ വെച്ച് കഴിച്ചിട്ട് കുറച്ചധികം ദിവസമായി. വൃശ്ചികക്കാറ്റാണ് കേട്ടോ അത്ര ശക്തമായിട്ട് ഊതുന്നത്. നിറച്ച് പൂവിട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ ഇലകളുടെ ഫ്രഷ്നെസ് അങ്ങോട്ട് കണ്ടപ്പോഴേ വെട്ടിക്കളയാൻ തോന്നിയില്ല. പൊതുവേ നമ്മുടെ മുറ്റത്തുണ്ടാവുന്ന ചീരകളൊക്കെ വെട്ടിക്കളയലാണ് പതിവ് കേട്ടോ. കാരണം ആവശ്യത്തിലധികം പറമ്പിലുണ്ടാവും. പറമ്പിൽ ചീരയല്ല ഉണ്ടാവുക, ചീര മരങ്ങളാണ്. 4 ഇലയുണ്ടെങ്കിൽ നമുക്ക് 4 പേർക്കുള്ള ഉപ്പേരി വെക്കാം. എന്തിന് നമ്മൾ ചോറ് വിളമ്പാം എന്നൊക്കെ പറയില്ലേ, അത്രയും വലിയ ഇലകളാണ് ഉണ്ടാവുക കേട്ടോ. എന്നാലും എനിക്ക് ഇത് അങ്ങോട്ട് കളയാൻ തോന്നിയില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവനെ വെട്ടണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് മടി പിടിച്ചിരുന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കറി വെക്കലാണ് പതിവ്. ഇന്നിപ്പോൾ ഞാൻ കാരണം കൊണ്ട് തന്നെയാണ് അതുമ്പോൾ പൂക്കളും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ അങ്ങോട്ട് വെട്ടി കളയണത് ശരിയല്ലല്ലോ. ആ പൂക്കളൊക്കെ അവിടെ തട്ടിക്കുടഞ്ഞിട്ടിട്ടുണ്ടെങ്കിലേ അതിലത്തെ ആ വിത്ത് എന്നെ വീണ്ടും മുളച്ച് അവിടെ ധാരാളം ചെടികൾ ഉണ്ടായിക്കോളും. അടുക്കളയിൽ കയറിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ശാന്തമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഈ മല്ലി ഉണ്ടല്ലോ, ഈ ചൈനീസ് മല്ലി, ഇതെന്ന് പറയാ മൈസൂർ മല്ലിയോ, അങ്ങനെയുള്ള ആ മല്ലിച്ചെടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മണ്ണിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കിന്ന് പണിക്കാരൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കുറച്ച് ചോറ് വെച്ചാൽ മതി കേട്ടോ. കുറേ ദിവസമായി ഞാൻ പണിക്കാർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കൽ. ഇപ്പോൾ കുറവാണ്. കാരണം അത്യാവശ്യം നല്ല ജോലിയുണ്ട്. ജിമ്മിലൊക്കെ പോയി വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വയ്യാണ്ടാവും. അപ്പോൾ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ആവാമെന്ന് വിചാരിച്ചു. 2025 ഞാൻ ഏറ്റവും അധികം പഠിച്ചൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ വക അഭ്യാസങ്ങളൊക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ എപ്പോഴും കാണാറുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഈ പരിപാടികളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുഞ്ഞിൻ്റെ ഒപ്പമാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ ഒപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാൾ മുന്നേ സേവ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി ഞാൻ ചെയ്യില്ല. കാരണം ഇനി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പ്രാവും. കാരണം എല്ലാവരും ഇപ്പോൾ ഈ ഒരു പാട്ടും ഇതിൻ്റെ വിശേഷങ്ങളാണ്. ഇൻസ്റ്റാഗ്രാം തുറന്നാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആ പാട്ടിനെ തന്നെ വല്ലാണ്ടങ്ങ് ആയിപ്പോവും. അപ്പോൾ നമുക്ക് എന്തായാലും ചീരയൊക്കെ നുറുക്കി ഇന്ന് നമ്മുടെ ഒരു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചീര അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഭാഗ്യം എവിടുന്നോ JCB ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നത്. JCB അല്ല അല്ലേ, ഹിറ്റാച്ചി. ഈ ഒരു മെഷീൻ്റെ പേര, ഈ ഒരു വെഹിക്കിളിൻ്റെ പേരാണ് അങ്ങനെയെന്ന് അറിയാം. പക്ഷെ നമ്മൾ ഹിറ്റാച്ചി എന്നല്ലേ പറഞ്ഞു പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഹിറ്റാച്ചി കൊണ്ടുവന്ന് നമ്മുടെ മുകളിലത്തെ പറമ്പ്, അതായത് നമ്മുടെ കിണർ നിൽക്കണ പറമ്പ് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം വാഴക്കൃഷി ഭയങ്കര നഷ്ടത്തിലായിരുന്നു എന്നാണ് ഭാഗ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കായ്ക്ക് ഭയങ്കര വില കുറവായിരുന്നു. ഇവിടെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന പോലെയുള്ള മുരിങ്ങയും അതുപോലെ തന്നെ വാഴയും പിന്നെ പപ്പക്കായായിരുന്നു കേട്ടോ. പക്ഷേ മുരിങ്ങയമ്മ കായും ഉണ്ടായില്ല, വാഴയമ്മ കൊലയുണ്ടായിട്ടോ, നല്ല നല്ല കൊലകളുണ്ടായി. പക്ഷെ വില കുറവായിരുന്നു എന്ന് മാത്രം. പിന്നെ പപ്പക്കായും അത്യാവശ്യം നല്ല രീതിയിൽ പപ്പക്കായ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ തന്നെയാണ് പപ്പക്കായ നമ്മൾ കടയിലേക്ക് കൊണ്ടുപോകാറുള്ളതും. അപ്പം മൊത്തത്തിൽ ഇവനൊന്ന് സുന്ദരക്കുട്ടപ്പനാക്കി എടുത്തിട്ട് പയർ നടാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു ഭാഗ്യൻ. ഇത് നമ്മുടെ ഇവിടുത്തെ വല്ലൂരത്തെ ഏറ്റവും നല്ല സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലാണ് കാട് അതിമനോഹരമായിട്ട് കാണാൻ പറ്റുക കേട്ടോ. ഇത് നമ്മുടെ വീടിനേക്കാളും കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്ന ഒരു ഏരിയ ആണ്. ഡെൽസി ആൻറ്റിയുടെ വീടിൻ്റെ തൊട്ട് താഴെ. ഒറ്റെണ്ണം കഴിച്ചില്ലല്ലോ. നല്ലതല്ല കിടക്കണം. അല്ലെങ്കിലും എനിക്ക് മുരിങ്ങക്കായ അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷെ എനിക്ക് മുരിങ്ങയില ഭയങ്കര ഇഷ്ടമാണ്. ഈ മുട്ടയിട്ടൊക്കെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്, പരിപ്പിലൊക്കെ ഇട്ടിട്ട് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാടും കണ്ട് നമ്മുടെ ചക്കേനെയൊക്കെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി നമ്മൾ വീണ്ടും ചീരപ്പേരിയിലേക്ക് തിരിച്ചു വന്നു. സ്റ്റോറി ടെല്ലിൽ മലയാറ്റൂർ സാറിൻ്റെ ഏതോ ഒരു സോങ് കേൾക്കുകയാണ് കേട്ടോ. എനിക്ക് മനുഷ്യ ശബ്ദം അടുക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ഈ പ്രദേശത്താണെങ്കിൽ മനുഷ്യനായിട്ട് ഇപ്പോൾ ഡെൽസി ആൻറ്റി പറമ്പിലുണ്ടാവും. ഇളയമ്മ ഇപ്പോൾ കുഞ്ഞുകൂട്ടം വന്ന കാരണം കൊണ്ട് അവൻ്റെ കൂടെയാണ് എപ്പോഴും. അപ്പം ഞാനിങ്ങനെ
എൻ്റേതായ ഓരോ സേഫ് സോണുകൾ കണ്ടെത്തുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളിയും പച്ചമുളക് അരിഞ്ഞിട്ടപ്പോഴാണ് എൻ്റെ പുതിയ ചിരവ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇത് നമ്മുടെ സ്റ്റീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡുകാർ എനിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റിവ്യൂവിന് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ്. കുറേ പേര് പറഞ്ഞു ഇതിങ്ങനെ ഇരിക്കുമെന്നൊക്കെ ചോദിച്ചു. വൺസ് അത് വെച്ചിട്ട് നമ്മുടെ ഇങ്ങനെ വയറുകൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം അവിടെ ഇരുന്നോളൂ കേട്ടോ. നമുക്ക് എന്തോരം തേങ്ങ വേണമെങ്കിലും ചിരകാം. നല്ല ഷാർപ്പാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിൻ്റെ ആ ഒരു തുമ്പ് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഉള്ളിയും പച്ചമുളകും ഒന്ന് മൂത്ത് വന്നപ്പോഴേ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഇടിച്ച മുളകുണ്ടല്ലോ, മുളകിൻ്റെ കളർ തന്നെ മാറി തുടങ്ങി കുറച്ച് ദിവസമായിട്ട് തുറന്ന് വെച്ചിട്ടേ. അപ്പോൾ അതും അതിലിത്തിരി തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൊത്തിപ്പൊരിച്ചു. എന്നിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ച ചീര അതിലിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കലാണ് പതിവ്. വെളുത്തുള്ളി ഞാൻ ഇടാറുണ്ടായിരുന്നു. പിന്നെ ചീരയ്ക്ക് ഗ്യാസൊന്നും ഇല്ലാത്ത കാരണം വെളുത്തുള്ളി ഇട്ടില്ല കേട്ടോ. ചിലവർക്ക് വെളുത്തുള്ളി ഇടുന്നത് ഇഷ്ടമല്ല ഈ ഇലക്കറികളിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒന്ന് വെള്ളം അങ്ങനെ ഒന്ന് അതിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ തണ്ടെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വേവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അടച്ചു വെച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ സിറിയൽസ് ഡിസ്പെൻസറിയിൽ നിന്നാണ് നമ്മുടെ പരിപ്പ് എടുത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ? സംഭവം കിടുകയാണ് കേട്ടോ. നമ്മൾ എന്നും എന്തെങ്കിലും സിറിയൽസ് അത് എന്തെങ്കിലും ധാന്യങ്ങൾ കറി വയ്ക്കാൻ മറക്കില്ല, പ്രോട്ടീൻ സോഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് പരിപ്പ് ഇച്ചിരി സവോളയും പച്ചമുളകും മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി നാളികേരം ഇങ്ങനെ അങ്ങോട്ട് ചിരകിയെടുക്കാം. എന്തെങ്കിലും ഒരു പുതിയ സാധനം അടുക്കളയിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആണല്ലേ അതുമ്പോൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെക്കാനും നല്ല എളുപ്പമാണ്. തടിയാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ. അതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് അതിൻ്റെ തുമ്പ് വരുന്നത്. അത് കാരണം പെട്ടെന്ന് മുറിച്ചൊന്നും പോവില്ല. അഥവാ മുറിച്ച് പോയാലും നമുക്ക് ഷാർപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യും, ഷാർപ്പ് ആക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ മുരിങ്ങയിലയുടെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. മുരിങ്ങയില തലേദിവസം പൊട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇലകളും ഇങ്ങോട്ട് വിട്ടു വരും കേട്ടോ. പക്ഷേ അതിൽ ഫൈബറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. നമ്മളെപ്പോഴും മുരിങ്ങയുടെ തണ്ടുകൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കമ്പും ചില്ലിയൊക്കെ ഉണ്ടല്ലോ അതോടുകൂടി വേണം കഴിക്കാൻ. എന്നാൽ മാത്രമാണ് വയറ് സംബന്ധമായ രോഗങ്ങളിൽ, അതായത് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്കാകുമ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ ശോധനയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അവിടെ തന്നെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുള്ള കുറച്ച് ഇരുമ്പമ്പുളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് പരിപ്പ് നന്നായിട്ട് വേവുമ്പോൾ ഇതിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ ഇരുമ്പമ്പുളി ഇടും എല്ലാത്തിലും. ഇരുമ്പമ്പുളി ആരോഗ്യത്തിന് നല്ലതല്ല ശ്രീ എന്ന് പറഞ്ഞു. ഇത് ഡെയിലി പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതല്ലാത്തതുള്ളൂ. നമുക്കിത് കൂട്ടാൻ വെച്ചോ അല്ലെങ്കിൽ അച്ചാറും നല്ലതല്ലല്ലോ, ഹെൽത്തിന് പൊട്ടയല്ലേ. പക്ഷേ കറി വെച്ച് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതിങ്ങനെ പച്ചയ്ക്ക് കടിച്ച് ചവച്ച് തിന്നുന്ന ആൾക്കാരുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട്. അത് പാടില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ അതിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ സ്പെഷ്യലി പറയട്ടെ, ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇത് ഉപയോഗിക്കുള്ളൂ കേട്ടോ, ഇങ്ങനെ കറികൾ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് ഇത്തിരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു കഷ്ണങ്ങളും ഇരുമ്പമ്പുളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമുക്ക് അരപ്പും തയ്യാറാക്കാം കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ചൂനിയം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പറമ്പിൽ നിന്ന്. ചൂനിയന് അത്യാവശ്യം നല്ല എരിവുള്ളതാണെന്ന് അറിയാലോ. അത് കാരണം ഇത് മുഴുവൻ നമുക്ക് ഇടണ്ട കേട്ടോ. കുറച്ച് തേങ്ങയും ഒരു പിടി തേങ്ങ മതി. പിന്നെ ചെറുള്ളി ഞാൻ ഇടും, പിന്നെ ജീരകം ഇടും, വെളുത്തുള്ളി ഇടും. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഏതിൻ്റെങ്കിലും ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. ഇനിയിപ്പോൾ നമ്മൾ മുരിങ്ങയില ഇട്ടതിന് പകരം ചീരയില ഇടാം, അല്ലെങ്കിൽ പാലക്ക് ഇടാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ച് വരുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മമാർ ചെയ്യുന്നത് കാണുന്നു, നമ്മുടെ ചേച്ചിമാർ ചെയ്യുന്നത് കാണുന്നു. പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത കുറച്ച് കറികളാണെന്ന് മാത്രം. പക്ഷേ ഹെൽത്തിയാണ് കേട്ടോ. കാരണം നമ്മുടെ ചുറ്റും കിട്ടണതല്ലേ. ഒന്നിലും ഒരു കീടാണുക്കളോ അല്ലെങ്കിൽ ഒന്നിലും രാസവളങ്ങളോ ചേർക്കാണ്ട് എന്തിന് നമ്മൾ വീടിൻ്റെ അവിടെ ഉള്ളതൊക്കെ ആകുമ്പോൾ തന്നെ വെറുതെ മണ്ണിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ നാളികേരം ഒന്ന് തിളച്ച് വരണം, അതിൻ്റെ ഒരു പച്ചമണം മാറണം. അപ്പോൾ നമ്മുടെ ആ കാന്താരിയുടെ മണമൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും. നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ പണ്ട് സ്കൂളിലേക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ചോറ് തുറക്കുമ്പോൾ ഈ കറികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു മണം അങ്ങോട്ട് വരും, പ്രത്യേക മണം. കുറച്ച് ഉപ്പേരി ഉണ്ടാവും, പിന്നെ ഒരു അച്ചാറുണ്ടാവും, ചിലപ്പോൾ ഒരു കൊണ്ടാട്ടം വറുത്തതോ അല്ലെങ്കിൽ ലൂബിക്കോ നെല്ലിക്കോ ഉപ്പിലിട്ടതോ ഒരു സൈഡിലുണ്ടാവും. അമ്മമാരുടെ കരുതലാണ് അതൊക്കെ. അങ്ങനെ നമ്മൾ കടുകും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് മുളക് പൊടിയൊക്കെ താളിച്ചതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇതാ സെറ്റായിട്ടുണ്ട്. ഇതാണ് എൻ്റെ നാടൻ വിഭവമായിട്ടുള്ള മുരിങ്ങ ഇല പരിപ്പ് കറി. കുറേ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഇരുമ്പമ്പുളിയൊക്കെ ഇട്ടിട്ടാവുമ്പോൾ വേറൊരു ലെവലാവുമെന്ന് മാത്രം. ഇന്നലെ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയല്ലോ, അതിനെ പ്രൈമർ അടിച്ച് ഒരു ഗോൾഡൻ പെയിന്റ് അടിച്ച് അകത്തേക്ക് കയറ്റണം. ഇനി ആ പരിപാടിയാവാം. ഡ്രസ്സ് മാറിയിട്ട് വരാട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിൽ മുഴുവൻ അഴുക്കാവും.
ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതും രണ്ടുമേ പെയിന്റ് അടിക്കണം. പ്രൈമർ അടിച്ച് സെറ്റ് ആക്കിയിട്ട് ഗോൾഡൻ പെയിന്റ് അടിക്കണം. അപ്പൊ ഒരു ചേച്ചിനോട് ചോദിച്ചായിരുന്നു, എന്തിനാ ശ്രീ ഈ വക സാധനങ്ങളൊക്കെ വീടിന്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റണേ, ഇത് സ്ഥലം കൺസ്യൂം ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇത് നമ്മൾ വീടിന്റെ ഉള്ളിൽ കയറ്റില്ല, ഇത് ഇവിടെ ഇടുള്ളൂ. ആക്ച്വലി ഇതിന്റെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അഫിലിയേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് അഫിലിയേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുമ്മ തൂക്കിയിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ആക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഒരു ഇന്റൻഷൻ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കിച്ചത്. പിന്നെ എനിക്ക് പറയുന്ന ഇഷ്ടമാണ് ലൈഫില് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റാനുള്ളതാണ്, നമുക്ക് പറ്റൂന്നുള്ള ഇഷ്ടങ്ങളൊക്കെ. എനിക്ക് അങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ള ആളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. ഈ ലോകം മുഴുവൻ കാണണം, അയർലാൻഡ് കാണണം, തായ്ലാൻഡ് കാണണം, അവിടെ 2-3 മാസം നിൽക്കണം, അവിടുത്തെ രുചികള്, അവിടുത്തെ ജീവിതശൈലികൾ, അങ്ങനെ ഈ മരിക്കുന്നതിനേക്കാൾ മുന്നേ ലോകം മൊത്തം ചുറ്റി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സാഹചര്യം നടക്കുന്നില്ല. പിന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങളിൽ പെട്ടുപോയി നമ്മള്. കാരണം ഭയങ്കര ഉത്തരവാദിത്തമാണ്. നമ്മള് ഒരു രീതിയിൽ ഒരു പ്രശ്നം മാറ്റി വെച്ച് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് നിൽക്കുമ്പോൾ അടുത്ത പ്രശ്നം അപ്പുറത്തുണ്ടാവും. അത് കാരണം കൊണ്ട് തന്നെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. ഇതിപ്പോ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാര്, അവരുടെ വെൽനെസ്, അവരുടെ വെൽബീയിങ്, അവരുടെ മെന്റൽ, ഫിസിക്കൽ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബെറ്റർ നിങ്ങൾക്ക് അതിനൊന്നും കമ്മിറ്റ്മെന്റ്സിനൊന്നും താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ലീവ് സിംഗിൾ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ, അപ്പൊ അങ്ങനത്തെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സമയം എടുക്കും. പക്ഷെ ഇതുപോലത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, നമ്മളെ കൊണ്ട് പറ്റാവുന്ന ആഗ്രഹങ്ങൾ, ഇപ്പൊ ഒരു സ്റ്റാൻഡ് മേടിക്കണം, ഇപ്പൊ പോയിട്ടൊരു മന്തി കഴിക്കണം, അല്ലെങ്കിൽ ഒരു സിനിമ കാണണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടി കുട്ടി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിറവേറ്റുന്നത് തന്നെയാണ് നല്ലത്. അത് അങ്ങനെ ചെയ്താൽ എങ്ങനെയാവില്ലേ, വീടെടുത്ത സ്ഥലം പോവില്ലേ എന്നൊക്കെ ചിന്തിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ വഴി കണ്ടുപിടിക്കണം. there is always a way for every our problems. There is always solution for every problems. So ഇപ്പൊ ഈ സ്ഥലം, ഇപ്പൊ അതിടുമ്പോ എവിടെയെങ്കിലും സ്ഥലം പോവാന്ന് തോന്നുമ്പോ നമ്മള് വേറെ സ്ഥലത്തിടും, അല്ലെങ്കിൽ നമ്മള് മുകളിൽ നിലയിൽ കൊണ്ടിടും, അവിടെ വെച്ച് നമ്മള് ചെയ്യും. നമുക്ക് മുകളിലൊക്കെ വേണ്ട സ്ഥലമുണ്ട്, നമ്മളവിടെ അത് കൊള്ളില്ലെന്നുള്ളൂ. അപ്പൊ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവും എന്നുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ സ്റ്റാൻഡ് പോലെ സ്റ്റാൻഡ് വേണ്ടി അടിക്കാം, മതി വാചകം അടിച്ചത്, ഇങ്ങോട്ട് വായും കൊടുക്കും. വാചകം ഇങ്ങോട്ട് കേട്ടിരുന്ന എന്റെ കൂടെ അങ്ങോട്ട് ഇരുന്നോളൂ അല്ലേ. വണ്ണമ്മയിലേറും ഇത് ഞാൻ ആക്ച്വലി ഇത്ര വലുപ്പം പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇത് നമ്മുടെ മാക്സായിട്ട് ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് വലുപ്പം കൂടിയെന്നുള്ളൂ. ഇപ്പൊ മാക്സായിട്ട് ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കി ഇത്തിരി വലുപ്പത്തിൽ ഉണ്ടാക്കി വരുമ്പോ എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. നമുക്കൊരു പെയിന്റ് അടിച്ചാ എന്റെ വീട്ടിലത്തെ ഒരു ഡ്രസ്സും ബാഗും സാധനങ്ങളും കബോർഡിലല്ലാതെ കാറ്റുകാരനോട് കേൾക്കണ്ട. ഞാൻ പിന്നെ പറയാം, കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര കാറ്റാണ്. പറഞ്ഞതൊന്നും കേൾക്കില്ല. അതായത് ഈ ബാഗും അതുപോലെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ പുറത്ത് തൂക്കിയിടാറില്ല, എല്ലാം കബോർഡിൻ്റെ ഉള്ളിലാണ് വെക്കാറ് എന്നാണ് പറഞ്ഞത്. ഇത് നമ്മളുടെ അപ്പോക്സി പ്രൈമറാണ്. ഇത് നമ്മൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചപ്പോഴാണ് നമ്മുടെ ഇബ്രാഹിമിക്ക വന്നത്, മീൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കരയിൽ നിന്ന് വറ്റിയും പിന്നെ ഒരു കുടുതയല്ല, പിന്നെ എന്തോ ഒരു നെയ്മീൻ പോലത്തെ ഒരു സംഭവം കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ 2 തരം മീൻ മേടിച്ചിട്ട് ഇപ്പോൾ തയ്യാറാക്കി വെക്കും. എനിക്ക് എന്നും കറികളൊന്നും വെക്കാൻ നേരം ഉണ്ടാവില്ല, ജിമ്മിൽ പോകണം. പിന്നെ ഫുഡ് നമ്മൾ നമ്മുടെ കറികൾ മാറ്റി നിർത്തും. അതായത് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഫുഡ് അങ്ങോട്ട് മാറ്റി നിർത്തുന്ന സ്വഭാവം എനിക്ക് പണ്ടോട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതാ ഈ പ്രൈമർ ആദ്യം അടിക്കണം. കുറേ നേരം നമ്മുടെ ഈ ബ്രഷൊക്കെ ഇട്ടിട്ട് തപ്പി തടഞ്ഞൊക്കെ നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് പരിപാടി നടക്കില്ല. അപ്പം അതൊക്കെ ഞാനൊരു സോക്സ് എടുത്തിട്ട് അത് ഇതിൽ മുക്കിയിട്ട് പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് വെച്ച് ഇങ്ങനെ തേച്ചു എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ ഒരു പരുവത്തിലാക്കി എടുത്തു. പക്ഷെ അതാണ് കേട്ടോ കുറച്ചും കൂടി കൺവീനിയൻറ്റ്. നമുക്ക് നമ്മുടെ പരിപാടി നടന്നാൽ പോലെ ഏറ്റവും ലാസ്റ്റ് തിന്നറിൽ കൈയൊന്ന് മുക്കിയിട്ടുണ്ടെങ്കിൽ വൃത്തിയാവുകയും ചെയ്യും. പിന്നെ നമ്മളൊരു പണിക്ക് ഇറങ്ങുമ്പോൾ അത് നമ്മുടെ മേത്താവോ കയ്യമ്മയാവോ കൈ വൃത്തികേടാവോ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ചെയ്യുന്ന ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇൻറ്റൻഷൻ. ഓരോ വ്ളോഗിലും എനിക്ക് ഓരോരോ വാക്കുകൾ കിട്ടും. ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ നാവിൽ കുടിയേറിയിട്ടുള്ള വാക്കാണ് ഇൻറ്റൻഷൻ. അതായത് നമുക്ക് എന്തൊരു ജോലി ചെയ്യുമ്പോഴും നമ്മൾ പോകുന്ന മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയില്ലേ. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ നേരത്തെ അടിച്ച ആ ഒരു ബ്രഷില്ലേ, ആ ബ്രഷിൻ്റെ തുമ്പ് കുറച്ച് വെട്ടിയെടുത്തു. ഇത് സോക്സിൽ മുക്കി അടിക്കൽ നടക്കണില്ല, ഏത് നമ്മുടെ ഈ ഗോൾഡൻ കളർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ബ്രഷിൻ്റെ തുമ്പിൽ നിന്ന്
ഒരു പിടി അങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് അതിനങ്ങനെ കെട്ടി, എന്നിട്ട് അത് ആ ഗോൾഡൻ ടിന്നിൽ മുക്കിയിട്ടാണ് ഇപ്പം അടിക്കുന്നത്. ഇപ്പോൾ ഗോൾഡൻ കളറായിട്ട് വരും ആ സ്റ്റാൻഡ് കേട്ടോ. പ്രൈമറും ഈ ഒരു എന്താ പറയുക പെയിൻറ്റും ഒക്കെ പെട്ടെന്ന് ഉണങ്ങിയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ബോധം ഉദിച്ചത്, ഇതേ കിടക്കുന്നുണ്ടോ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തുണികൾ ഉണക്കിയിടാനായിട്ടുള്ള സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഗംഭീര കാറ്റായ കാരണം കൊണ്ട് തുണികളൊക്കെ പെട്ടെന്ന് നനഞ്ഞ തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ശ്രീകുട്ടൻ വന്നിട്ട് ചോദിക്കായിരുന്നു, അമ്മ ഇതിന് വേണ്ടിയിട്ടാണോ ഇത് ബാക്ക് സൈഡിനെ കൊണ്ട് പണിയിപ്പിച്ചതെന്ന്. ആക്ച്വലി അല്ല, പക്ഷെ ഇതൊരു യൂസായിട്ട് കണക്കാക്കാവുന്നതാണ്. ഒരുപാട് തുണികൾ നമുക്കിതുമ്പോൾ ഇടാൻ പറ്റും. ശ്രീകുട്ടനാണ് ഇവിടെ തുണി വിരിക്കുന്ന ആളും തുണി എടുത്തുകൊണ്ട് വരുന്ന ആളും. മടക്കി വയ്ക്കാൻ പതുക്കെ പഠിപ്പിക്കണം. പണ്ട് തൊട്ടേ ചേച്ചി എന്നോട് പറയാറുണ്ട്, ചില ജോലികൾ നമ്മൾ പഠിക്കരുത്, ആ പണികൾ പിന്നെ നമ്മുടെ തലയിൽ വന്ന് വീഴുന്നു. അതെനിക്കിപ്പം ഞാൻ ശ്രീകുട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പഠിച്ച പണികളൊക്കെ പതുക്കെ ഞാൻ ശ്രീകുട്ടനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ മാത്രം റെസ്പോൺസിബിളി ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകുന്നേക്കാൾ നല്ലത് നമ്മൾ ഷെയർ ചെയ്യല്ലേ. എന്തായാലും ഷെയർ ചെയ്യാൻ ഭാഗ്യനെ കിട്ടില്ലേ, ഭാഗ്യനി വസ്തിക്കേ വരാറില്ല. എന്തെങ്കിലും ഒരു പണി പറഞ്ഞിട്ട് വേണം ഭാഗ്യം ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷെ ശ്രീകുട്ടൻ അങ്ങനെയല്ല കേട്ടോ, കുറച്ചൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് ഞാൻ ആളെ പഠിപ്പിച്ച് വരുന്നുണ്ട്. ഇത് പിന്നെ നമുക്ക് മോൾഡ് ചെയ്ത് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ തുണികളൊക്കെ വൃത്തിയാക്കിയിട്ടപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒരു കുഞ്ഞു പണിയും കൂടി ഉണ്ട്. പക്ഷെ അത് ഗംഭീര പണിയാണെന്ന് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും 2 തരത്തിലുള്ള ഈ ഒരു ചെടിയുടെ സ്റ്റാൻഡ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സിറ്റ് ഔട്ടിലും ബാൽക്കണിയിലൊക്കെ നമ്മൾ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതാണത്. അതായത് ചെടി മണ്ണൊന്നും താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തരം സ്റ്റാൻഡ്. അപ്പോൾ ഈ സ്റ്റാൻഡ് നമുക്ക് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ബാൾസം ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ്. അപ്പോൾ അതൊന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടും 2 കമ്പനിയിൽ നിന്നായ കാരണം കൊണ്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. വിലയൊക്കെ 700 സംതിങ് രൂപയാണ് വരുന്നത് എന്നുണ്ടെങ്കിലും 4 എണ്ണം ഉണ്ട്. അതിൻ്റെ കമ്പിയുടെ വ്യത്യാസം നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ചെറിയൊരു ഐക്കൺ ഉണ്ടല്ലോ, അതുമ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് 2 എണ്ണം അല്ല, ഇത് 4 എണ്ണം, പിന്നെ ഇത്തിരി കമ്പി കനമുള്ളത് 4 എണ്ണമായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഇവിടെ സിറ്റ് ഔട്ടിൽ വെക്കാനാണ് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ബാൽക്കണിയിലൊക്കെ, അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഒഴിക്കുന്ന വെള്ളവും അതുപോലെ തന്നെ ചെളിയും ഒന്നും താഴെ വീഴില്ല. ഇത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്ക് നമ്മുടെ തറ ക്ലീൻ ചെയ്യാനും തുടയ്ക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ. ചെടിച്ചട്ടികളാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഇങ്ങനെ അടക്കായിട്ടിരിക്കുമ്പോൾ. എന്തൊക്കെയാണ് പറയണത്. എന്തായാലും ഇതിൻ്റെ ആ ഒരു പിന്നുണ്ട് ലാസ്റ്റത്തെ ആ ഒരു സംഭവം, അതും കൂടെ ഇട്ടിട്ട് വേണം നമുക്ക് പുറത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ വീടിൻ്റെ ഓരോരോ സൈഡ് ഭംഗിയാക്കി കൊണ്ടുവരുന്ന തിരക്കിലാണ്. ക്രിസ്മസ് ആകുമ്പോഴേക്കും നല്ല വൈബായിട്ട് കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പുല്ലാണ് എനിക്ക് സെറ്റാവാത്തത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ. പേൾ ഗ്രാസ് വെച്ച് നോക്കി, മെക്സിക്കൻ ഗ്രാസ് വെച്ച് നോക്കി, ബഫല്ലോ ഗ്രാസ് വെച്ച് നോക്കി, പിന്നെ ബാംഗ്ലൂർ ഗ്രാസ് വെച്ച് നോക്കി, ഒന്നും ശരിയാവണില്ല. എങ്കിലും ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് നന്നായിട്ട് വർക്കാവുന്നുണ്ട് കേട്ടോ. ഈ ഏരിയയിലാണ് നമ്മൾ ഇന്ന് വൃത്തിയാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വലിച്ച് പറിച്ച് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇവിടെ ചെട്ടുമല്ലിയാണ് മുന്നേ നട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു പ്രതീക്ഷയില്ലാണ്ട് ചെരലിൽ നട്ടതാണ് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ഈ ചെട്ടുമല്ലി. പക്ഷെ അതും എന്തോരം പൂവുണ്ടായെന്ന് അറിയോടാ. കാലത്ത് എനിട്ടിട്ട് ഇടത്തെ വശത്തേക്ക് നോക്കുമ്പോൾ ഒരു മഞ്ഞപ്പുതപ്പ് വിരിച്ച പോലെ പൂക്കൾ ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഈ ഒരു പേൾ ഗ്രാസ് അല്ല, നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെടി നിൽക്കുന്നുണ്ട് നടുവിലായിട്ട്, നമ്മുടെ അരയിലിയ. അതുപോലെ വെക്കാനായിട്ട് 2 സ്ഥലം കൂടെ ഉണ്ട്. പക്ഷെ അത് ഈ ചെടി ഇവിടെ അങ്ങോട്ട് പിടിക്കണില്ല. വർഷക്കാലത്ത് വെച്ചിട്ട് പിടിപ്പിച്ചിട്ട് വേണം. അവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ 2 ചെട്ടി ഈ കോൺക്രീറ്റ് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ അതങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ആ ഒരു വീഡിയോയിൽ അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കുഞ്ഞൊരു ഷോർട്സ് ആയിട്ട് ഇടാം. കാരണം നമുക്കിത് ബാൽക്കണിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. ഞാനങ്ങനെ ചവിട്ടണ അത്രയ്ക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. എങ്കിലും ഒരു 3 ചെട്ടി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കിത് മിനി ചെട്ടികൾ നിരത്തി വെക്കാം. ഞാൻ പറഞ്ഞ ചെടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒരുപാട് തവണ കൊണ്ടുവന്ന് നട്ടിട്ടും കുറച്ചൊക്കെ എനിക്ക് പിടിച്ച് കിട്ടി. പക്ഷെ കുറേയൊക്കെ ഫ്ലോപ്പായി പോയിട്ടുള്ളൊരു ചെടിയാണ് ഈ ചൈനീസ് ബാൽസത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് മണലിൽ നട്ടുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മണലും കുറച്ച് ചകിരിച്ചോറ് ബാക്കി വന്ന കാരണം കൊണ്ട് ഇട്ടതാണ് കേട്ടോ. ചകിരിച്ചോറ് പൊതുവെ ചെടികൾക്ക് നല്ലതല്ല, ഒഴിവാക്കാണ് നല്ലത്. ഫംഗസും ബാക്ടീരിയസും ഒക്കെ ധാരാളം വരുന്നുണ്ട്. പിന്നെ നന്നായിട്ട് വെള്ളം വേണം എന്നുള്ള ചെടികൾക്ക് മാത്രം അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കൂട്ടി കുഴയ്ക്കാം. ഇപ്പം കമൻറ്റ് വരും, എൻ്റെ പെണ്ണെ കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ടുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി ഞാനത് മറന്നുപോയി.
ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് അയ്യോ ഗ്ലൗസ് ഇല്ലല്ലോ എന്ന്. എങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഗ്ലൗസ് ഇടാനുള്ള ജോലികളാണ്. അപ്പോൾ ഈ ചെടികളാണ് നമ്മൾ നടാൻ പോകുന്നത്. കുറേ അധികം ചെടികളുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, അത് മേടിക്കാനൊന്നും നിന്നില്ല. ആക്ച്വലി ഞാനൊരു ചുമപ്പ് കളർ പെയിൻ്റൊക്കെ അടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. വൺസ് അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതന്നെ മതിയെന്ന്. ഇത് പിടിച്ച് കിട്ടുമോ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷ എനിക്കില്ലേ. അപ്പം നമുക്ക് മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തിട്ടേ ഇതിൽ ചെടികൾ നട്ടു കൊടുക്കാം കേട്ടോ. മണ്ണുത്തി നമ്മൾ തൈകൾ മേടിക്കാറുള്ള ആ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് നമ്മൾ ഇത്, അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പിൽ നിന്നാണ് ഇത് മേടിക്കാറുള്ളത്. 40 രൂപ, 25 രൂപ, 15 രൂപയുടെ ഒക്കെ തൈകളുണ്ട്. തൈകളുടെ വലുപ്പം അനുസരിച്ചും ചെടിച്ചട്ടിയിലാണെങ്കിൽ വില കൂടുതലും ഒക്കെയാണ്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെടി കിട്ടുക. പക്ഷെ ഞാൻ ഈ കവറിലുള്ള ചെടികൾ കൊണ്ടുവന്നിട്ട് വെച്ച് പിടിപ്പിക്കാനാണ് ഇഷ്ടം. കഴിഞ്ഞ പ്രാവശ്യം ഒല്ലൂർ ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ ഈ കളറുള്ള ഒരു ചെടി തന്നെ നിറച്ച് പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ചേച്ചി തന്നായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ എനിക്ക് തോന്നി ഒരെണ്ണം മേടിക്കാൻ 15 രൂപയുള്ളൂ, ആ ചെടീനെ വെറുതെ വേദനിപ്പിച്ച് അതിൻ്റെ കമ്പും ചില്ലി ഒടിച്ചു കൊണ്ട് വരണ്ടെന്ന്. അങ്ങനെ എല്ലാം നട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിതാ ഇതിനെ ഇങ്ങനെ ഇവിടെ നിരത്തി വെക്കാൻ പോവാണ് കേട്ടോ. വീടിൻ്റെ മുന്നിൽ ഈ പൂക്കൾ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ ആ ഒരു സീൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഭയങ്കര സന്തോഷമില്ലേ? അങ്ങനെ സന്തോഷമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇത് നടുന്നതൊക്കെ. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ ഇത് വാടിക്കഴിഞ്ഞൊരു പരിവാറാണ് പതിവ്. പിന്നെ അവിടെ നിൽക്കണ ആ ചെടിയുടെ ഭംഗി ആയതുകൊണ്ട് ഞാൻ 2-3 നമ്മുടെ ജമന്തി മേടിച്ചായിരുന്നു. ഇതിനെ ചില നാട്ടിൽ നിങ്ങളുടെ ചെട്ടുമല്ലിയല്ലേ നിങ്ങൾ ജമന്തി പറയാം, ഞങ്ങൾക്ക് ഇതാണ് ജമന്തി കേട്ടോ. ഞങ്ങളുടെ ഒറിജിനൽ ജമന്തി ഇതാണ്. ഇതിന്റെ പൂവൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെടി മാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും, ഹൈബ്രിഡ് ആണെങ്കിലും എന്നെനിക്ക് അറിയാമെന്നുണ്ടെങ്കിലും ആ പൂ പൊട്ടിച്ച് കളയാൻ എനിക്ക് തോന്നുന്നില്ലേടാ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു കൈവറ ആ പൂ വെട്ടാൻ വേണ്ടിയിട്ട്. 2 ദിവസം കൂടെ കണ്ടിട്ട് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നടയിലകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളുമ്പോഴോ ഒരു ഫ്ലവർ വേസിൽ ഇട്ട് വെച്ചാലും കുറച്ച് ദിവസം അങ്ങോട്ട് ഇരുന്നോളും. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടികളാണ് പൂക്കൾ പറിക്കുക എന്നുള്ളത്. അത് അതും തന്നെ നിന്ന് പ്രകൃതിയോട് അങ്ങോട്ട് അലിഞ്ഞു ചേരണം എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. തെറ്റായതാണ് ചിലപ്പോൾ എന്ന് തോന്നാമെങ്കിലും ഓരോരുത്തർക്കും ഓരോ ന്യായങ്ങളില്ലേ അവരുടെ ജീവിതത്തിലത്തെ ഓരോ പ്രശ്നങ്ങൾക്കും പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതുകൊണ്ട് കണക്കാക്കിയാൽ മതി. അങ്ങനെ നമ്മൾ വേറെ 2 ചെടികളും കൂടെ ആ വൈറ്റ് പോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊരു പേരുണ്ട്, എനിക്കറിയാൻ പാടില്ല. അതുമ്പോൾ പിങ്ക് കളർ പൂ ഉണ്ടാവുമെന്ന് മാത്രം എനിക്കറിയാം. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് വേറെ ചെടികൾ നടാം. ഇതുപോലെ തന്നെ ഈ ഒരു മഞ്ഞുകാലമാകുമ്പോൾ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ 10 മണി എന്ന് പറയുന്നത്. 10 മണിയാകുമ്പോൾ വിരിയണത്. പക്ഷെ അത് വർഷക്കാലം മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇല്ലാണ്ടായി പോവും, വറക്കത്തറ്റ് പോവും, ചീഞ്ഞു പോവും. അപ്പോൾ ഞാനതിനെ ഈ ഒരു പോട്ടിൽ നടാന്നാണ് വിചാരിക്കുന്നത്, ഓവൽ ഷേപ്പിലുള്ള പോട്ടിൽ. ഇതും ബോൺസായി പോട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ അടീനിയൊക്കെ നടുന്ന പോട്ടാണ്. അപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മണ്ണൊക്കെ നിറച്ച് ഇതിനൊന്ന് സെറ്റാക്കി വെക്കാം. ഇതിൻ്റെ നടാനുള്ള ചെടികൾ അത്രയും എൻ്റെ കയ്യിലില്ല. പക്ഷെ ചേച്ചിയുടെ അടുത്തുണ്ട്, നമ്മുടെ ഒല്ലൂർ വീട്ടിലുണ്ട് കേട്ടോ, നന്മ വീട്ടിലുണ്ട്, നിറയുണ്ട്. അപ്പോൾ ചേച്ചി എനിക്ക് പാഴ്സലായിട്ട് നാളെ കൊണ്ടുവന്ന് തരും. എന്തെങ്കിലുമൊക്കെ ചേച്ചിയോട് വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചേച്ചി കടയിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ഭാഗ്യനത് കൊണ്ടുവന്ന് തരും. ഞാനും കടയിൽ ഏൽപ്പിക്കും, ചേച്ചി അവിടെ നിന്ന് അത് എടുത്തിട്ട് പൊക്കോളും. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള 10 മണി ചെടികളും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെടിച്ചട്ടിയിൽ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം നേരം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ രാത്രി ഇവിടെ ഇങ്ങനെ അധികം സേഫ് അല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പതുക്കെ അകത്തേക്ക് കയറുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മുടെ ഇബ്രാഹിമിക്കരന്ന് മേടിച്ച് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, ഏകദേശം ഒരു പരിവായിട്ടുണ്ടാവും. അതൊന്ന് വെട്ടിക്കൂട്ടി സെറ്റാക്കും വേണം. അപ്പോൾ ഏകദേശം എൻ്റെ ഡ്രസ്സും മുഷിഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സും മുഷിഞ്ഞിട്ടുണ്ട്. ഇഷ്ടമുള്ള പരിപാടിയാന്ന് പറഞ്ഞാലും കുറേ നേരം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് മുഷിയും. അപ്പോൾ നമുക്കിനി പതുക്കെ മീൻ വെട്ടാട്ടോ. ദാ ഞാനൊന്നും കൂടെ കുളിച്ച് കാലത്തിട്ട ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഈ 3 മീനാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. പക്ഷേ 2 തരം മീനല്ലേ അതിലുള്ളൂ. അതെ, 2 തരം മീൻ ആണുള്ളത്. മണത്തോക്കാൻ ഞാൻ അത് കാരണം ഒരു ഉച്ച നേരത്ത് മേടിച്ച് വെച്ചതാണ്. അപ്പോൾ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം എനിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ തോന്നാറുണ്ട് കേട്ടോ. ശ്രീ ചേച്ചി അതെങ്ങനെ ചെയ്യുക, ശ്രീ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. ഈ പരിപാടി പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ പുതിയൊരു സംഭവത്തിനെ പുറത്തെടുത്തിട്ടുണ്ട്. വന്നു മക്കളെ, നമ്മുടെ പുതിയ താരം. ആരാണ്? പുതിയ കത്രിക, പോളിഗാർഡിൻ്റെ കത്രികയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അത് പക്ഷേ ഇങ്ങനെ ആവണില്ല, ഇതുപോലെ ആവണില്ല. ഇത് രണ്ട് എന്താ പറയുക, 2 ഓട്ട കൂടെ ഇട്ടിട്ട് അതിൻ്റെ വായ വിരിയണില്ല. അങ്ങനെ ഞാൻ പുതിയതൊരെണ്ണം മേടിച്ചതാണ്. വളരെ എന്താ പറയുക, ഡൗട്ട്ഫുള്ളായിട്ടാണ് മേടിച്ചത്. ഇത് വർക്കാവോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ സംഭവം കിടുവാണെടാ, കിടു
കിടുവായിട്ടാണ് ആ ഒരു കത്രിക. അപ്പോൾ മീൻ എങ്ങനെയാണ് മുറിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറ്റയാണെന്ന് തോന്നുന്നു കേട്ടോ, നമ്മുടെ നാട്ടിൽ ഇതിനെ വറ്റാന്നാണ് പറയുക. ഈ മുള്ള് 2 സൈഡിലത്തെ അങ്ങോട്ട് ചെത്തിക്കളയുക, എന്നിട്ട് അരും ഇതുപോലെ ചെത്തിക്കളയുക. ഇത് പണ്ണാനെ മരങ്ങേറ്റം പഠിപ്പിക്കുകയാണോ ശ്രീ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കാം. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സംഭവവും പിന്നെ ഇതിൻ്റെ കണ്ട നല്ല 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 മുറിച്ചുണ്ട് കത്രിക്കയ്ക്ക്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ, കണ്ട ടിക്ക് ടിക്ക് എന്ന് വെട്ടുമ്പോൾ മുറിഞ്ഞു പോരുന്നുണ്ട. എന്നിട്ട് നമുക്ക് 2 സൈഡ് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു ചെകളയുണ്ടല്ലോ, നമ്മുടെ ചെകളപ്പൂ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഈ മീനെ 2 സൈഡും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ആ കത്തി കൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ മുറിക്കാൻ നിൽക്കണ്ട. അപ്പോഴാണ് മീനിൻ്റെ ഫ്രഷ്നെസ് പോയി ആ ഒരു മാംസവും ഫ്ലഷും ഒക്കെ വല്ലാണ്ട് ഒലഞ്ഞ് മീൻ അങ്ങോട്ട് ഉടഞ്ഞ് നമ്മുടെ മീൻ കൂട്ടാനിലേക്ക് പോവുക. ഇതുപോലെ 2 വശം ഒന്ന് ചെത്തി കൊടുത്തിട്ട് ഈ കത്രി കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് വരും. പിന്നെ മീൻ നല്ല ഫ്രഷ് ആവണം കേട്ടോ. ഇവിടെയൊക്കെ നല്ല മീൻ ഫ്രഷ് മീനെ കൊണ്ടുവന്ന് തരിക. കല്ലുപ്പിട്ടിട്ടൊരു പിടി പിടിച്ചിട്ടുണ്ടെങ്കിലേ സംഭവം അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് കൂട്ടാൻ വയ്ക്കാം. നമുക്കിത് അരച്ച് കറി വയ്ക്കാം. പിന്നെ ഒരു മീനും കൂടെ വെട്ടാനുണ്ട്, അത് നമുക്ക് കിട്ടിയാലോ. അലക്ക് കല്ലുമ്പോഴാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. കാരണം അവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ രാത്രിയായ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത്. ഇത് കഷ്ണം മീൻ നന്നാക്കുന്ന രീതിയാണ് കേട്ടോ. ഇതെനിക്ക് ഇളാമയാണ് പഠിപ്പിച്ചത് ഇങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇങ്ങനെ തന്നെയാണ് നന്നാക്കി എടുക്കാറുള്ളത്. ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, തൊലി ആ ബ്ലാക്ക് കളറിലുള്ളത്, അത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കളയണം കേട്ടോ. ഒന്നില്ലെങ്കിൽ നമ്മൾ മീൻ നന്നാക്കിയിട്ട് കഷ്ണമാക്കിയിട്ട് അതങ്ങ് ഊരി കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇത്തിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി വയ്ക്കണം. എനിക്കെപ്പോഴും ഫ്രഷ് മീൻ കൂട്ടാനിൽ വയ്ക്കുന്നതാണ് ഇഷ്ടം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അങ്ങോട്ട് പോവും. എന്നിട്ട് നമ്മളിതുപോലെ കഷ്ണങ്ങളാക്കുക. എന്നിട്ട് ഈ കത്രിക ഇതുപോലത്തെ നല്ല മൂർച്ചയുള്ള കത്രിക ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. കഷ്ണങ്ങളാക്കി നമുക്കതിനെ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ കറി വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൽ പ്രപ്പ് ചെയ്യുന്ന കാരണം കൊണ്ട് ഞാൻ എപ്പോഴും കറികൾ ഉണ്ടാക്കി വയ്ക്കും. നോൺ വെജ് ഐറ്റംസും വെജ് ഐറ്റംസും ഒക്കെ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഗ്ലാസ് ജാറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിലാക്കി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് കാലത്ത് ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ 2 ദോശ ഏതെങ്കിലും കറി എടുത്തിട്ട് നമുക്കത് കഴിക്കും. പിന്നെ 2 മുട്ട പുഴുങ്ങിയതും കഴിക്കും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ശ്രീ ഫൈബ്രോയിഡ് എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ കമൻറ്റ് കണ്ടായിരുന്നു ഞാൻ. നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. എന്തായാലും ചുരുക്കി ഞാൻ പറയാം, എനിക്ക് നല്ല മാറ്റമുണ്ട്. ഫൈബ്രോയിഡ് മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ റെഗുലർ ആയിട്ടുള്ള പീരീഡ്സിൻ്റെ റെഗുലാരിറ്റി പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷേ ഓവർ ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ്ങൊക്കെ നല്ല രീതിയിൽ കുറവുണ്ട്. ഇപ്പോൾ ഒരു 4 ദിവസമൊക്കെ നല്ല രീതിയിൽ ബ്ലീഡ് ചെയ്യും. പിന്നെ അതങ്ങോട്ട് കുറയും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല മൂർച്ചയുള്ള കത്രിക ഉണ്ടെങ്കിൽ അതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു പോളിഗാർഡിൻ്റെ ഒരു പ്രശ്നം ഇതിന് വരില്ല എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കത്രിക അടിപൊളിയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചേച്ചി വിളിച്ചത്. ചേച്ചി അമ്മയൊക്കെ എന്നും വിളിക്കും. ബൈ. ശരി വെച്ചോ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമുക്കിനി മീൻ വറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കഷ്ണം മീനാണ് നമ്മൾ വെറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുഞ്ഞുള്ളിയാണ് ധാരാളം നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഞാൻ ധാരാളം കുഞ്ഞുള്ളി ഉപയോഗിക്കും. കാരണം നമുക്ക് ബ്ലഡ് ഉണ്ടാവാൻ അടിപൊളിയാണ്. കുഞ്ഞുള്ളി, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ വക സംഭവങ്ങളൊക്കെയാണ് ആ പ്ലേറ്റിലുള്ളത് കേട്ടോ. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു മസാല ബോക്സിൽ പൊടികളാക്കി വെച്ചിരിക്കുന്ന അതുകൊണ്ട് നല്ല എളുപ്പമുണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാശ്മീരി ചില്ലി നമ്മളൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാടൻ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇനി നിങ്ങൾക്ക് ആ മല്ലിപ്പൊടിയുടെ കുത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കണില്ല. കാരണം നമ്മൾ മുളക് കറി എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരിക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ഉലുവര പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 1.5 തക്കാളി ഞാൻ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് ആ ഒരു തക്കാളിയും അതുപോലെ തന്നെ ആ ഒരു സംഭവമൊക്കെ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ നമ്മുടെ പുളി കലക്കുക. ഇത് ഞാൻ കുടംപുളി ഇടണില്ല, കുടംപുളി ഇട്ടാലും കുഴപ്പമില്ല. ഇന്ന് നമ്മൾ പിഴപുളിയാണ് ഒഴിച്ച് വയ്ക്കുന്നത്. എന്നിട്ട് നമ്മളതിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് നമ്മുടെ ആ പച്ചമണം മാറില്ലേ മുളകിൻ്റെ ഒക്കെ, അപ്പം നമ്മൾ ഇതാ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ട് കിട്ടും. ഞാൻ എപ്പോഴും മീൻകറി ഇങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മീൻകറി. നല്ല ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പുട്ടിൻ്റെ ഒപ്പവും നമ്മുടെ അപ്പത്തിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം കഴിക്കും കേട്ടോ. ഇതിപ്പോൾ 1 കഷ്ണമോ 2 കഷ്ണമാണ് നമുക്കൊരു ദിവസം ചിലവാകുള്ളൂ. പിന്നെ ഇപ്പോൾ ഡയറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ചോറ് എടുത്തിട്ട് ധാരാളം കറികൾ കഴിക്കും. 2-3 കഷ്ണം മാത്രം കഴിക്കും. എന്നിട്ട് പിന്നെ പച്ചക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഡയറ്റ് പോവുകയാണ് ചെയ്യാറുള്ളത്. കുറച്ച് നേരം അടച്ച് വയ്ക്കുക. ആ ഒരു കഷ്ണം വേവുന്നവരെ, അതിൻ്റെ ഉള്ളിലേക്ക് പുളിമുളകൊക്കെ എത്തുന്നവരെ. കാണുമ്പോൾ തന്നെ ചെറുതായിട്ട്
വെള്ളം വരുന്നില്ലേ, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ പുളി കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള പുളിയല്ലേ, ആ കുടംപുളിയുടെ പുളിയല്ല വന്നത്, വേറൊരു തരം പുളിയാണ് വന്നിട്ടുണ്ടായത്. അടിപൊളിയാണ് കേട്ടോ. 2-3 ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കണം മക്കളെ, എന്താണെന്നറിയോടാ ടേസ്റ്റ്. ആ ചാറ് മാത്രം മതി, ഇങ്ങനെ അച്ചാറ് പോലെ നമുക്ക് അങ്ങോട്ട് ചോറ് കഴിക്കാം. ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടാ. സിമ്പിൾ റെസിപ്പി അല്ലേ, തുടക്കക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അടുത്തതും അതിനേക്കാളധികം സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എൻ്റെ മീൻകറി എന്ന് പറയുന്നത്. നമ്മൾ തക്കാളി, ചെറുള്ളി, പച്ചമുളക്, കൊടംപുളി, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാനതിൽ വെളുത്തുള്ളി ഇട്ടിട്ടില്ല. ഇത്രയും സാധനങ്ങൾ നമ്മൾ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളത് വഴട്ടണമൊന്നുമില്ല. പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക, കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തില്ലായിരുന്നു. അത് നമ്മുടെ ഒരു അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. മല്ലിപ്പൊടിയൊക്കെ ആകുമ്പോൾ നമ്മൾ 2 ടീസ്പൂണൊക്കെ ഇടണം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചുടച്ച് ആ ഒരു തക്കാളീനെ ഉടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ 2-ാം പാല് നമ്മുടെ നാളികേരം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒന്ന് കൈകൊണ്ട് ഞെരടിയതിന് ശേഷം നമ്മളത് തയ്യാറാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അങ്ങോട്ട് വേവിക്കുക ഉപ്പിട്ടിട്ട്. എന്നിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയും ഇല്ല. ഇതിനെ ഒരു മപ്പാസ് മോഡലിൽ നമ്മൾ ആക്കില്ലേ, അത് ഞാൻ എടുത്ത് കളയുന്നത് ഈ കുടംപുളിയാണ് കേട്ടോ. കാരണം തക്കാളിയുടെ പുളി ഓൾറെഡി ഉണ്ടാവുമല്ലോ, പിന്നെ കുടംപുളിയുടെ പുളി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇവിടെ പിന്നെ പുളി ഇത്തിരി ഇഷ്ടമാണ് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഏറ്റവും ലാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നാളികേരം പാൽ ഒഴിച്ച് നമ്മൾ ഉള്ളി കാച്ചുകയാണ് ഇതിൽ ചെയ്യുക. മറ്റുള്ള നമ്മൾ അങ്ങനെ ഒന്നും കാച്ചണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉള്ളിയും അതിൽ ഇത്തിരി കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടിട്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കാച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഞാൻ പറയണ്ടല്ലോ. പിന്നെ ഞാനിങ്ങനെ ഞാൻ തന്നെ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ പറയണില്ല. എന്താ അർത്ഥമുള്ളത്, നിങ്ങൾ വെച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ കഴിക്കുക, എന്നിട്ട് നിങ്ങൾ താഴത്ത് വന്ന് കമൻറ്റ് ചെയ്യുക, ശ്രീ ആ കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയും, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ചേച്ചി പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഈ ഒരു 10 മണിയുടെ സംഭവങ്ങൾ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാലത്ത് ജിമ്മിൽ നിന്ന് വന്ന അപ്പം തന്നെ ഓടിപ്പോയി എല്ലാത്തിലും അത് നട്ടിട്ടുണ്ട്. പിന്നെ പോയി വന്നിട്ട് അകത്ത് കയറാണ്ട് വരെ ഇതേവിടെ ചെടി നടുന്നു, അതും ലെഗ് ഡേ ആയിട്ട്. സന്തോഷം നിറഞ്ഞ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.